പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിലുള്ള സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഇന്നത്തെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഞായറാഴ്ച ദിവസത്തെ ഏവൻഗേലിയോനാണ് നമ്മൾ ഈ ദിവസത്തിൽ ധ്യാനിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ചാർച്ചക്കാരി എലിശബയുടെ അടുക്കലേക്കുള്ള യാത്രയുടെ വായനകളാണ് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കേറെ ധ്യാനത്തോടെ ഏറെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കുചേരാം. ഒരു വാക്ക് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെയും എലിസബത്തിൻ്റെയും കൂട്ടായ്മ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ലോകത്തിലേക്കുള്ള വെളിപാട്, ലോകത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ ലോകത്തിലേക്ക് വരാൻ പോകുന്നതിൻ്റെ സൂചന എലിശുബായിലൂടെ നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം ഇടപെട്ടതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥ, ഇന്ന് ഞങ്ങൾ ഈ രണ്ട് സ്ത്രീകളുടെ കൂടിക്കാഴ്ചയിൽ ഞങ്ങൾ ധ്യാനിക്കുന്ന വിഷയങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കൂട്ടായ്മയിൽ, ഞങ്ങളുടെ സാമൂഹിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഏത് രീതിയിലാണ് അത് പ്രാവർത്തികമാക്കേണ്ടതെന്ന് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാഥ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് യോഹന്നാൻ എലിശബയുടെ ഉദരത്തിൽ തുള്ളിച്ചാടിയതുപോലെ ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിനമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. പരിശുദ്ധ മാതാവിൻ്റെയും എലിശുബായുടെയും സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളുടെയും മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനാഥനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന സ്വർഗീയ ഉന്നതങ്ങളിൽ സ്വീകാര്യമായി ഞങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. ഏറ്റവും ആദരണീയരായ ബഹുമാനരായ പ്രിയ ദൈവമക്കളെ, എലിശബയുടെ അടുക്കലേക്കുള്ള മറിയമ്മിൻ്റെ യാത്രയുടെ വായനകളാണല്ലോ ക്രമീകരിച്ചിരിക്കുന്നത്. സന്ധ്യയുടെയും പ്രഭാതത്തിൻ്റെയും സുവിശേഷം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് 10 അധ്യായമാണ്. 10 അധ്യായം 38 മുതൽ 42 വരെ വാക്യങ്ങളാണ് രണ്ട് വായനയിലും ക്രമീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10 അധ്യായം 32 മുതൽ 42 വരെ വാക്യങ്ങൾ. അതുപോലെ ഉൽപ്പത്തി പുസ്തകം പഴയ നിയമത്തിൽ നിന്ന് വായിക്കുന്നത് 27 അധ്യായം 22 മുതൽ 40 വരെ വാക്യങ്ങളും യെശയ്യാ പ്രവചനം 6 അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ വാക്യങ്ങളുമാണ്. ലേഖനങ്ങൾ നമ്മൾ വായിക്കുന്ന 1 പത്രോസ് 2:6 മുതൽ 10 വരെയും പൊതുവിനുള്ളതും, പൗലോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്ന് റോമാലേഖനം 1 അധ്യായം 1 മുതൽ 7 വരെ വാക്യങ്ങളും, ഗലാത്യരുടെ പുസ്തകം 3 അധ്യായം 15 മുതൽ 22 വരെ വാക്യങ്ങളുമാണ് രണ്ടാമത്തെ വായനയിൽ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സുവിശേഷം ഏവൻഗേലിയോൻ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1 അധ്യായം 39 മുതൽ 56 വരെ വാക്യങ്ങളാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അല്പസമയം നമുക്കിതിൽ ഓരോന്നിനെയും കുറിച്ച് ഒന്ന് ധ്യാനിച്ച് മുന്നോട്ട് പോകാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10 അധ്യായത്തിൻ്റെ 38 മുതൽ 42 വരെ വാക്യങ്ങൾ മാർത്തയുടെയും മറിയത്തിൻ്റെയും ക്രിസ്തുവുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ ഭാഗമാണത് ധ്യാനിക്കാനായിട്ട് നമുക്ക് ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. മാർത്തയും മറിയവും അവരുടെ ഭവനത്തിൽ യേശു സന്ദർശിക്കുകയും മാർത്തയും മറിയവും യേശുവിനെ സ്വീകരിക്കുകയും മറിയം യേശുവിനെയും സ്വീകരിക്കുന്നതിന് വേണ്ട മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മറിയം യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് വചനം കേൾക്കുകയും ചെയ്യുന്ന അനുഭവമാണ് അവിടെ നമ്മൾ ധ്യാനിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത നമുക്കിങ്ങനെ സൂക്ഷിക്കാം. മാർത്ത നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠയും ആകുലചിത്തയുമായിരിക്കുന്നു, എന്നാൽ മറിയം ഒരു നല്ലത് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് വചനം കേൾക്കുന്നത് നല്ല കാര്യമാണ്. ഭൗതിക കാര്യങ്ങളിൽ ഇടപെടുന്നതിനേക്കാൾ ഉത്തമം എന്ന് പറയുകയാണ്. ഏകാഗ്രചിത്തയായി
ജാഗരൂകതയോടെ വചനം കേൾക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഒന്ന് മനസ്സിൽ നമ്മൾ കുറിക്കണം. ഒന്ന്, ഏകാഗ്രചിത്തയായി ജാഗരൂകതയോടെ വചനം കേൾക്കുക എന്നാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ വചനം കേൾക്കുക, വചനം പ്രസംഗിക്കുക, വചനം വായിക്കുക, അതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം. തിരക്കേറിയ ഭൗതിക ജീവിതത്തിലും ലൗകിക ജീവിതത്തിലും അതിനിടയിലൊക്കെ ഏറ്റവും നല്ല കാര്യമായ ഈ വചന ശുശ്രൂഷ മറക്കരുത് എന്നുള്ളതാണ്. മനുഷ്യർക്ക് വലിയ തിരക്കാണിപ്പോൾ ജീവിതത്തിൽ. എല്ലാവരും തിരക്ക് പിടിച്ച ലോകത്താണ്. ആധ്യാത്മിക രംഗത്തുള്ളവരും ഭയങ്കര തിരക്കിലാണ്. അവർക്ക് പോലും പ്രാർത്ഥിക്കാനോ വചനം വായിക്കാനോ ഒന്നും നേരമില്ല എന്നാണ് പലപ്പോഴും കേൾക്കുവാനായിട്ട് കഴിയുന്നത്. പക്ഷേ എത്ര തിരക്കുണ്ടെങ്കിലും ആ ഏറ്റവും നല്ല കാര്യം, മറിയം കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരുന്നതുപോലെ നമുക്ക് അല്പസമയം, 1 മണിക്കൂർ പ്രഭാതത്തിലും 1 മണിക്കൂർ സന്ധ്യയിലെങ്കിലും നമ്മൾ ചിലവഴിക്കാനായിട്ട് ശ്രമിക്കണം. പകലിൻ്റെ രാത്രിയുടെയും സമയം കൂട്ടുമ്പോൾ 24 മണിക്കൂറുണ്ടല്ലോ. 24 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ദൈവസന്നിധിയിൽ ഇരിക്കുവാനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ ജനിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. രണ്ടാമത്, പഴയ നിയമ വായനത്തിൽ നിന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 40 വരെ വാക്യങ്ങളാണ്. അത് യാക്കോബും ഏശാവും അപ്പൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങുന്നതാണ്. അവിടെ ഇങ്ങനെ ഇളയവൻ അപ്പൻ്റെ അടുക്കൽ വന്ന് അനുഗ്രഹം വാങ്ങുന്നു. അത് പേര് മാറ്റിയും സ്വഭാവത്തിൻ്റെ രീതികളൊക്കെ മാറിയൊക്കെയാണ് അനുഗ്രഹം വാങ്ങുന്നത്. എന്നാൽ അത് ദൈവ പദ്ധതിയാണെന്ന് പൗലോസ്ലീഹ വെളിപ്പെടുത്തുന്നു. ദൈവമാണത് ക്രമീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതിനില്ല, നമ്മൾ യാക്കോബിനെ ആണ് പലപ്പോഴും അതിനകത്ത് മോശക്കാരനായിട്ട് ചിത്രീകരിക്കുന്നത്. എന്നാൽ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഏശാവിനെയാണ് അവിടെ കുറ്റപ്പെടുത്തുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ ഏശാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത് എന്നാണ്. അപ്പോൾ വളരെ വ്യക്തമാണ്. ഒന്ന്, നമ്മൾ മറിയത്തെ പോലെ ഏകാഗ്രചിത്തയായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ വചനം കേട്ട് ധ്യാനിക്കണം. അപ്പോൾ അതിനോട് ചേർന്നാണ് പഴയ നിയമം നമ്മളോട് ഉൽപ്പത്തി പുസ്തകം പറയുന്നത്, ദൈവത്തോട് ചേർന്ന് ദൈവിക പദ്ധതി മനസ്സിലാക്കി കൃത്യമായ അനുഗ്രഹം വാങ്ങണം. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ ഏശാവിനെ കുറ്റം പറയുമ്പോൾ ഒരു നേരത്തെ ഊണിന് വേണ്ടി കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ് കളഞ്ഞു എന്നാണ്. അപ്പോൾ കടിഞ്ഞൂൽ പുത്രസ്ഥാനം എന്തിന് എനിക്ക്, ഞാൻ മരിക്കാൻ പോകുന്നുള്ള അലക്ഷ്യമാക്കി കളഞ്ഞ ഏശാവിനെ പോലെ ആകരുത് എന്ന് പറയുമ്പോൾ ജ്യേഷ്ഠാവകാശ സ്ഥാനം അത് വിവേകത്തോടു കൂടി സ്വീകരിച്ച യാക്കോബിനെ നമ്മളത് അതിനകത്ത് മാന്യമായി കാണണം. അവനത് നഷ്ടപ്പെടുത്തിയില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലത് സൂക്ഷിക്കണം. അപ്പോൾ കർത്താവിൻ്റെ ഈ മറിയവും എലിശുബായും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ സന്ദേശത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഒരു കൂട്ടായ്മയുടെ അനുഗ്രഹമാണ് എങ്കിൽ അതിൽ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പറയുന്നത്, മറിയത്തെ പോലെ നമ്മൾ കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരിക്കാൻ സമയം കണ്ടെത്തണം. 2, ജ്യേഷ്ഠാവകാശത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിത്യജീവൻ്റെ അവകാശത്തെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം. അത് അലക്ഷ്യമാക്കി കളയാൻ ഇടയാകരുത്. അത് അലക്ഷ്യമാക്കി കളഞ്ഞ ഏശാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത് എന്നാണ് പറയുന്നത്. 3, രണ്ടാമത്തെ വായനയായിട്ട് പഴയ നിയമത്തിൽ തരുന്നത് യെശയ്യായുടെ ദൗത്യമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ വാക്യങ്ങളാണ്. അതായത് കർത്താവിൻ്റെ സിംഹാസനം യെശയ്യാ കാണുന്നു. അവിടെ മാലാഖമാരുടെ സ്തുതിഗീതങ്ങളുണ്ട്. അവിടെ യെശയ്യാ പ്രവാചകൻ തൻ്റെ അശുദ്ധി മനസ്സിലാക്കുന്നു. സ്വർഗവും അതിൻ്റെ അവിടുത്തെ സ്തുതിഗീതങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ തൻ്റെ അശുദ്ധി മനസ്സിലാക്കുകയാണ്. അപ്പോൾ എന്നെ ആര് തിന്ന് രക്ഷിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ പ്രവാചകൻ മാലാഖ ഒരു കൊടിലുകൊണ്ട് ഒരു തീക്കട്ട എടുത്ത് പ്രവാചകൻ്റെ നാവിനെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ പ്രവാചകൻ ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ തന്നെ കർത്താവ് ചോദിക്കുന്നു, ആരെനിക്കായി പോകും, ആരെ ഞാൻ അയക്കും. അപ്പോൾ തന്നെ പ്രവാചകൻ, ശുദ്ധീകരിക്കപ്പെട്ട പ്രവാചകൻ പറയുന്നു, എന്നെ അയച്ചാലും അടിയൻ പൊയ്ക്കൊള്ളാമെന്ന് പറയുന്നു. എന്നിട്ട് അതിന് തന്നെ പ്രവാചകനെ അയച്ചു കഴിയുമ്പോൾ അവിടെ മറ്റൊരു കാര്യം കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ്, ജനത്തിൻ്റെ ഹൃദയകാഠിന്യം. ജനത്തോട് എന്ത് പറഞ്ഞിട്ടും ജനം എന്താ പറയുന്നത്, അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ജനത്തിൻ്റെ ഹൃദയകാഠിന്യം അവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, അതുകൊണ്ട് സുവിശേഷ വേലക്കാർക്ക്
ഉണ്ടായിരിക്കേണ്ട ആ ദൈവസിംഹാസനത്തിനടുത്ത വിശുദ്ധീകരണം വേണമെന്ന് പറയാണ്. അപ്പോൾ ഒന്ന് നമ്മൾ ചിന്തിക്കുന്നു, എന്താ പറയുന്നത്, കർത്താവിൻ്റെ പാദപീഠത്തിൽ മറിയം ഇരുന്നത് പോലെ ഇരിക്കണം. രണ്ട്, നമ്മൾ യാക്കോബിനെ പോലെ ആ കടിഞ്ഞൂൽപുത്ര അവകാശത്തെ, ആ ജ്യേഷ്ഠാവകാശത്തെ, മറ്റേ നിത്യജീവനെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്നുള്ള അറിവുണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് യെശയ്യാ പ്രവാചകനെ പോലെ ശുദ്ധീകരിക്കപ്പെടണം. ദൈവവചനം പ്രഘോഷിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം, സമർപ്പിക്കണം. ജനത്തിൻ്റെ ഹൃദയകാഠിന്യം മനസ്സിലാക്കി ആ മേഖലയിലേക്ക് ചിന്തിക്കാതെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറണം. കാരണം 1 കൊരിന്ത്യർ 3:14 പറയുന്നു, നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്. പ്രവാചകനെ ശുദ്ധീകരിച്ചുവെങ്കിൽ നമ്മളെ ദൈവം തൻ്റെ ആലയമാക്കി ക്രിസ്തുയേശുവിലൂടെ തീർത്തിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. പിന്നെ നമ്മൾ വായിക്കുന്നത് ലേഖനങ്ങളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് ഒന്നാമത്തെ ലേഖനം പത്രോസിൻ്റെ ലേഖനമാണ്. 1 പത്രോസ് 2:6 മുതൽ 10 വരെ വാക്യങ്ങളാണ്. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് രാജകീയ പൗരോഹിത്യ നൽവരം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. വിശ്വസിക്കുന്നവർക്ക് ലജ്ജിക്കാനിടാരാത്തതും അഭിമാനകരവുമായ മൂലക്കല്ലാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. മാത്രമല്ല, അത് അവർക്ക് അഭിമാനകരമായ ഒരു മൂലക്കല്ലാണ്. മൂലക്കല്ലെന്ന് പറഞ്ഞാൽ ഏതൊരു കെട്ടിടവും പണിയുവാനുള്ള അടിസ്ഥാനശില. അതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനശില യേശുവിലാണെന്ന്. അപ്പോൾ നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്, ഇവിടെ മാർത്തയെ പോലെ അല്ല, മറിയത്തെ പോലെ ആ ഒരു എന്താ പറയുന്നത് ഏകാഗ്രതയിലേക്ക് വരാൻ നമുക്ക് അടിസ്ഥാനശിലയായി യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. വിശ്വസിക്കാത്തവർക്ക് ആണെങ്കിലോ അത് തട്ടി വീഴ്ത്തുന്ന പാറയും ഇടർച്ചയ്ക്കുള്ള പാറയുമാണ്. വിശ്വസിക്കാത്തവർക്ക്, ഹൃദയം കഠിനമായി പോകുന്നവർക്കും ഒക്കെ അവർ ഈ പാറമേൽ തട്ടി വീഴും. അതുകൊണ്ടാണ് എന്താ പറയുന്നത്, വിശ്വസിക്കാത്തവർക്ക് തട്ടി വീഴുന്ന കല്ലാണെങ്കിൽ വിശ്വസിക്കുന്നവരോടുകൂടെ ഉണ്ടാകുന്ന അടയാളങ്ങൾ അത് വളരെ വലുതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട് വിശ്വസിക്കുന്നവരുടെ കൂടെയുള്ള അടയാളങ്ങൾ. വിശ്വസിക്കാത്തവർക്ക് ഇത് തട്ടി വീഴ്ത്തുന്ന പാറയും ഇടർച്ചയ്ക്കുള്ള പാറയുമാണ്. അതുകൊണ്ട് വിശ്വസിക്കാത്തവർക്ക് കൂടി വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ഒരു ക്രിസ്ത്യാനിക്ക് അഭിമാനിക്കാനുള്ള വകയാണ്, ക്രിസ്തുവിൽ അഭിമാനിക്കാനുള്ള വകയാണ്. ഒന്ന്, തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണെന്ന് പത്രോസ് പറയുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയ ആ ഒരു വലിയ പദവി, ക്രിസ്ത്യാനികൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്. എല്ലാ ജാതികളിൽ നിന്നും ക്രിസ്തു യേശുവിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്. രാജകീയ പുരോഹിത വർഗമാണെന്ന് പറഞ്ഞാൽ ക്രിസ്തു രാജാവും പുരോഹിതനുമാകയാൽ ക്രിസ്തുവിലൂടെ നമുക്ക് ആ പദവി നൽകിയിരിക്കുകയാണ്. രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ആളുകളാണ് നമ്മൾ. ഹല്ലേലൂയ. കൊണ്ട് പ്രിയമുള്ളവരെ, അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നത്, പത്രോസ്ലീഹ പറയുന്നത്, നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. കാരണം എന്താണ്? അന്ധകാരത്തിൽ നിന്നും കരുണ കിട്ടാത്തവരിൽ നിന്നും ജനമല്ലാത്തവരിൽ നിന്നൊക്കെ വേർതിരിച്ച് കൃപയാൽ നമ്മെ എന്താ പറയുന്നത്, രാജകീയ പുരോഹിത ഗണവും തിരഞ്ഞെടുക്കപ്പെട്ട വംശവും വിശുദ്ധ ജനവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാക്കി തീർത്തു. അതുകൊണ്ട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കാൻ. ഹല്ലേലൂയ. അപ്പോൾ എന്തിനാണ് മറിയം നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നത്? വിളിച്ചവൻ്റെ നന്മകളെ പ്രകീർത്തിക്കുവാനാണ്. ആ വിളിച്ചവൻ്റെ നന്മകളെ പ്രകീർത്തിക്കുവാനായിട്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചുകൊള്ളണം പ്രിയമുള്ളവരെ. ഈ ധ്യാനമാണ് ഇന്ന് നമ്മൾക്ക് നൽകുന്നത്. വീണ്ടും ലേഖനങ്ങൾ, പൗലോസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ റോമാലേഖനവും ഗലാത്യ ലേഖനവും വായിക്കാനാണ് നമ്മൾക്ക് ക്രമീകരിച്ച് വന്നിരിക്കുന്നത്. ഒന്ന് റോമർ 1:1 മുതൽ 7 വരെയും ഗലാത്യർ 3:15 മുതൽ 22 വരെ വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ നിന്ന് വായിച്ച് ധ്യാനിച്ചു കൊള്ളണം. റോമർ 1:7 നമ്മൾ ഒന്നാമതായിട്ട് പറയുന്നത് സുവിശേഷത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ കൃപയും അപ്പോസ്തല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പൗലോസ്ലീഹ അങ്ങനെ സുവിശേഷത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് കൃപയും അപ്പോസ്തല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു.
എന്നിട്ടോ യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. അപ്പോൾ പത്രോസിൻ്റെ ലേഖനത്തോട് ചേർന്ന് തന്നെ പൗലോസിൻ്റെ ഈ ആഹ്വാനവും നമുക്കുണ്ട്. ഒന്ന്, പത്രോസ്ലീഹ പറഞ്ഞു, നമ്മൾ രാജകീയ ജനമാണ്, പുരോഹിത വംശമാണ്, വിശുദ്ധ ജനമാണ്, നമ്മൾ അവൻ്റെ നന്മകളെ പ്രകീർത്തിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അതുപോലെ തന്നെ പൗലോസ്ലീഹയും പറയുന്നു, യേശുക്രിസ്തുവിന് സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. അപ്പോസ്തല സ്ഥാനത്തും കൃപയും നിറഞ്ഞവരായി വിളിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ വാഗ്ദത്ത സന്തതികളായി അബ്രാഹാമിലൂടെ, ഗലാത്യ ലേഖനം അങ്ങനെയാണ് പറയുന്നത് നമ്മളോട്, നിങ്ങൾ വാഗ്ദത്ത സന്തതികളാണെന്നാണ് പറയുന്നത്. അപ്പോൾ വാഗ്ദത്ത സന്തതികളെ ക്രിസ്തു അബ്രാഹാമിലൂടെ നൽകിയ വാഗ്ദത്തം യേശു ക്രിസ്തുവിലൂടെ പൂർത്തീകരിച്ചു എന്നുള്ളതാണ് ഗലാത്യ 3:15 മുതൽ 22 വരെ വാക്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ആ വാഗ്ദത്തം നമ്മൾക്ക് ലഭ്യമാകാൻ അത് ഭൂമിയിൽ സംജാതമാകുന്ന അനുഭവമാണ്. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെ വാക്യങ്ങൾ നമുക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുമല്ലോ. എന്താണ് ഈ പറഞ്ഞ എല്ലാറ്റിൻ്റെയും ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്താണ്? മാർത്തയും മറിയവും മാർത്ത പല കാര്യങ്ങളിൽ വ്യാപൃതയായപ്പോൾ മറിയം ജാഗരൂകതയോടെ വചനം കേൾത്തു. ആ വചനം നമ്മളും അതുപോലെ എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ഭൗതിക ലൗകിക ജീവിതങ്ങളാണെങ്കിലും അത് മറക്കരുത് എന്ന് നമ്മൾ മനസ്സിലാക്കി. യാക്കോബും ഏസാവും അനുഗ്രഹം പ്രാപിക്കുമ്പോൾ ഏസാവ് ശപിക്കുന്നു, യാക്കോബ് ദൈവസന്നിധിയിൽ സ്വീകാരനാകുന്നു. അതുകൊണ്ട് യാക്കോബിനെ പോലെ ജ്യേഷ്ഠാവകാശത്തെക്കുറിച്ചുള്ള നല്ലൊരു അറിവ് നമുക്കുണ്ടായിരിക്കണമെന്നുള്ള, അല്ലെങ്കിൽ നിത്യജീവനെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണമെന്നുള്ള ഒരു ചിന്ത നമ്മൾ ചിന്തിച്ചു. യെശയ്യാ പ്രവാചകനെ പോലെ പരിശുദ്ധി നമ്മളിൽ ഉണ്ടാകണമെന്നും, നമ്മൾ സുവിശേഷ വേലക്കാരായ നമുക്ക് ദൈവസിംഹാസനടുത്ത വിശുദ്ധി വേണമെന്നൊക്കെ നമ്മൾ വായിച്ചു കേട്ടു. രാജകീയ പൗരോഹിത്യ വർഗമാണ് നമ്മൾ, അതെല്ലാം നമ്മൾ വായിച്ചു കേട്ടു. കൃപയും അപ്പോസ്തല സ്ഥാനവും നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കേട്ടു. ഇതെല്ലാം വെച്ച് അതിൻ്റെ പൂർത്തീകരണമാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ ഗർഭം ധരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ യേശുവിനെ ഉദരത്തിൽ പേറുന്ന മറിയം പഴയ നിയമ വാഗ്ദാനത്തിൻ്റെ അവസാന ഭാഗമായ പ്രവാചകനായിരിക്കുന്ന സ്നാപയോഹന്നാനെ ഗർഭം ധരിച്ചിരിക്കുന്ന ഏലിശുബായുടെ അടുക്കലേക്ക് പോകുന്ന ഭാഗമാണ് 1-ാം അധ്യായം. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. നമുക്ക് ഒരിക്കൽ കൂടെ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഇവിടെ നമുക്ക് ഇങ്ങനെയൊന്ന് ധ്യാനിച്ചു പോകാം. 39 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്നു, അല്ലെങ്കിൽ മറിയത്തെ പ്രകീർത്തിക്കുന്നു എന്നുള്ള ഭാഗമാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. 39 മുതൽ 45 വരെ വാക്യങ്ങൾ. 46 മുതൽ 56 വരെ വാക്യങ്ങൾ മറിയം ദൈവത്തെ സ്തുതിക്കുന്നു എന്നുള്ളതാണ്. ഈ ഭാഗത്ത് 2 അമ്മമാരുടെ കൂടിക്കാഴ്ച ഉണ്ട്. 2 അമ്മമാർ കൂടിക്കാണുമ്പോഴുണ്ടാകുന്ന അനുഭവമാണ്. ഒരമ്മയുടെ മകൻ, പ്രിയമുള്ളവരെ, ഈ വാഗ്ദാന യുഗത്തിൻ്റെ അവസാന വ്യക്തിയാണ് സ്നാപയോഹന്നാൻ. ഉൽപ്പത്തി മുതൽ ക്രിസ്തുവിനെ ലോകത്തിന് രക്ഷകനായി വാഗ്ദാനം ചെയ്ത, അതിൻ്റെ ലോകത്തോട് അറിയിച്ച അവസാനത്തെ പ്രവാചകനാണ് സ്നാപയോഹന്നാൻ. അപ്പോൾ പഴയ നിയമത്തിൻ്റെ അവസാനവും ഒരമ്മയുടെ മകൻ യേശുക്രിസ്തു രക്ഷയുടെ യുഗത്തിൻ്റെ പുതിയ യുഗത്തിൻ്റെ ആരംഭകനുമാണ്. അപ്പോൾ അവസാനവും ആരംഭവും ഇവിടെ 2 സ്ത്രീകളിൽ സംയോജിക്കുകയാണ്. ഒന്ന് വളരെ വാർദ്ധക്യത്തിലായിരിക്കുന്ന ഒരു അമ്മ, ഒന്ന് വളരെ ചെറുപ്പമായിരിക്കുന്ന ഒരമ്മ. അപ്പോൾ പഴയ നിയമത്തിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് എത്ര ബലഹീനതയിലായാലും, എത്ര കഴിവില്ലായ്മയിൽ പോയാലും അവിടെ ഒരു വാഗ്ദാനമുണ്ട്, അത് നിറവേറുമെന്നുള്ളത്. പ്രത്യേകിച്ച് യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിലൊക്കെ പറയുന്ന പോലെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എന്ന് പറയുന്ന അനുഭവം തനിക്കും ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെന്നുള്ളൊരു ഓർമ്മ ഏലിശുബായിലൂടെ നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് വാർദ്ധക്യം നമ്മളെ തളർത്തുന്നില്ല എന്ന സന്ദേശം നമുക്ക് നൽകുകയാണ്. വാർദ്ധക്യം നമ്മളെ ഒരിക്കലും ദൈവിക കാര്യങ്ങളിൽ തളർത്തുന്നില്ല. ചില ആളുകൾ പറയുന്നത് വാർദ്ധക്യമാകുമ്പോഴേക്കും പ്രയാസമായെന്ന് പറഞ്ഞു, പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അത് പ്രിയമുള്ളവരെ, ചെറുപ്പത്തിൽ ഇതൊന്നും ചെയ്യാത്തവരാണ് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ വളരെ മോശമായി പോകുന്നു. ഒരു വിശുദ്ധ കുർബാന അനുഭവിക്കാനോ
ഒരു തൈലാഭിഷേകം സ്വീകരിക്കാനോ വരെ പേടിയാണ്, അവർക്കതൊക്കെ ഭയമാണ്. എന്നാൽ ഇവിടെ വാർദ്ധക്യത്തിൻ്റെ ഈ എലിശുബ ഈ സന്തോഷത്തോടെ ആയിരിക്കുകയാണ്. കാരണം എന്താ, രണ്ട് കാര്യമാണ്. ഒന്ന്, ആ സ്ത്രീ സന്തോഷവതിയായിരിക്കുന്നു. ഒന്ന്, അവൾ എന്താ പറയുന്നത്, അവളുടെ അടുക്കൽ ക്രിസ്തുവിൻ്റെ അമ്മ വന്നിരിക്കുന്നു. തൻ്റെ ചാർച്ചക്കാരിയായ മറിയം വന്നിരിക്കുന്നു. ആ മറിയം എന്ന് പറയുന്നൊരു പെൺകുട്ടി എന്നെ സഹായിക്കാൻ വന്നിരിക്കുന്നു അല്ല അവൾ പറയുന്നത്. തൻ്റെ ചാർച്ചക്കാരിയായ എലിശുബയെ കാണാൻ കർത്താവിൻ്റെ അമ്മ വന്നിരിക്കുന്നു. അപ്പോൾ ആരംഭവും അവസാനവും സന്തോഷത്തിൻ്റെ, ആരംഭവും സന്തോഷത്തിൻ്റെ. അതാണ് അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള എന്താ പറയുന്നത്, തുള്ളിച്ചാടാനുള്ള അനുഭവം ഉണ്ടാകുന്നത്. 41 വാക്യം പറയുന്നത് കുതിച്ചു ചാടി എന്നാണ്. എൻ്റെ എന്താ പറയുന്നത്, മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എന്നിട്ടാണ് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഇപ്രകാരം ഉദ്ഘോഷിക്കുന്നത്. എന്താണ് കുതിച്ചു ചാടി? ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദാവീദ് രാജാവ് കർത്താവിൻ്റെ പേടകത്തിന് മുമ്പിൽ തുള്ളിച്ചാടി. ദാവീദ് രാജാവ് കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുമ്പിൽ തുള്ളിച്ചാടി. 114-ാമത്തെ സങ്കീർത്തനം 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും മലകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളുന്നത് എന്തിന്? പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും മലകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളുന്നതിന്. ഈ ഭാഗമൊക്കെ നിങ്ങൾ ഈ സമയം കിട്ടുമ്പോൾ വായിച്ച് ധ്യാനിച്ചോളണം. യെശയ്യാപ്രവചനം 35:6 ദരിദ്രരുടെ സന്തോഷമായി ഇവിടെ പറയുന്നത്, അപ്പോൾ മുടന്തൻ മാനിനെ പോലെയും കുതിച്ചു ചാടും, മൂകൻ്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ഉതിർക്കും. രക്ഷകനെ കാണുമ്പോഴുള്ള ആനന്ദമാണ് ഈ കുതിച്ചുചാട്ടം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ധ്യാനിച്ചോളണം. ഞാനീ പറയുന്ന വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് ധ്യാനിച്ചോളണം. രക്ഷകനെ കാണുമ്പോഴുള്ള ആനന്ദമാണ് കുതിച്ചുചാട്ടം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എലിസബത്തിൻ്റെ മാതാവിനെക്കുറിച്ചുള്ള ആ ഉദ്ഘോഷണം എങ്ങനെയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ നീ ഭാഗ്യവതി. കർത്താവിൻ്റെ അമ്മ എന്നാണ് എലിസബത്ത് പറയുന്നത്. കർത്താവിൻ്റെ അമ്മ, എൻ്റെ ചാർച്ചക്കാരി എന്ന് പറയുന്നില്ല. അതുകൊണ്ട് മറിയത്തെ ഈ നാളുകളിലൊക്കെയും താഴ്ത്തി കാണുന്നവർ, മറിയം ദൈവത്തിൻ്റെ ക്രിസ്തുവിന് ഭൂമിയിലേക്ക് ജന്മമെടുക്കാനുള്ള ഒരു ഉപയോഗത്തിന് വേണ്ടി എടുത്തതാണെന്നും ഉപയോഗം കഴിഞ്ഞപ്പോൾ മാറ്റപ്പെട്ടു, സാധാരണ മനുഷ്യരെ പോലെ ആയി എന്നൊക്കെ പറയുന്നവരൊക്കെ ശ്രദ്ധിക്കുക. കർത്താവിൻ്റെ അമ്മ മറിയം ആണ് എന്ന് എലിസബത്ത് ആത്മാവിൽ നിറഞ്ഞ് സംസാരിച്ചു. അതുകൊണ്ട് മറിയത്തിൻ്റെ മധ്യസ്ഥം തേടുന്നവർക്ക്, മറിയം ദൈവമാതാവെന്ന് വിളിക്കുന്നവർക്കൊക്കെയും ഒരു കാരണവശാലും ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല. വേദപുസ്തക അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിനൊക്കെ വിപരീതങ്ങളായിട്ടുള്ള ചർച്ചകളും ഒക്കെ വന്നതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊന്നും ജീവിക്കാൻ ഈ മനുഷ്യർ തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. കുറേ പ്രസംഗം അല്ലെങ്കിൽ സുവിശേഷം ഇങ്ങനെ വ്യാഖ്യാനിച്ച് കുറേ പ്രസംഗിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ സുവിശേഷം വ്യാഖ്യാനിക്കാൻ തയ്യാറാകുന്നില്ല, സുവിശേഷം ജീവിക്കാൻ തയ്യാറാകുന്നില്ല. ഇവിടെ മദർ തെരേസ ഒരിക്കൽ വിശുദ്ധ കുർബാനയും സ്ത്രീകളും എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ സംസാരിക്കുന്നതിൻ്റെ ഒരു ഭാഗം ഞാനിങ്ങനെ ഒരു പുസ്തകത്തിൽ നിന്ന് വായിക്കാനിടയായി. അവിടെ ഇങ്ങനെ മദർ പറയുന്നുണ്ട്, താൻ സ്വീകരിച്ച വിശുദ്ധ കുർബാനയെ പങ്കുവച്ചു കൊടുക്കുവാൻ മറിയം എലിശുബയുടെ അടുക്കലെത്തിയെന്നും, താൻ സ്വീകരിച്ച വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് തൻ്റെ ഗർഭപാത്രത്തിലായ യേശുവിനെ എലിസബത്തിൻ്റെ അടുക്കൽ പങ്കുവെക്കാൻ, തനിക്കും ഇങ്ങനൊരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറയാൻ തനിക്കും. ചില മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു ഭാവമൊക്കെ ഞാൻ ഒരിക്കലൊരു പുസ്തകത്തിൽ വായിക്കാനിടയായി. മറിയം എന്താണ് പറയുന്നത്, താൻ ഗർഭിണിയാണെന്ന് നസ്രത്തിലെ ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടി ഒളിച്ചോടിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആത്മാവിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ അങ്ങനെയല്ല. തൻ്റെ ഉദരത്തിൽ കിടക്കുന്ന ആ രക്ഷകനെ എലിശുബായ്ക്ക് പങ്കുവെക്കുവാനും എലിശുബായ്ക്ക് വാർദ്ധക്യത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന
ദൈവാനുഗ്രഹത്തെ കണ്ട് ദൈവത്തിന് സ്തുതി അർപ്പിക്കാനും വേണ്ടി മറിയം ചെന്നു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രിയമുള്ളവർ, മദർ തെരേസ ഇങ്ങനെ പറയുകയാണ്, എലിശുബായുടെ അടുക്കലെത്തിയ മറിയം തൻ്റെ ഗർഭത്തിലായിരിക്കുന്ന വിശുദ്ധ കുർബാന എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിനെ പങ്കുവച്ചു കൊടുക്കുവാൻ ചെന്നപ്പോൾ അവളുടെ ഉദരത്തിലെ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി. എന്നിട്ട് മദർ എങ്ങനെ പറയുന്നത്, മദർ തെരേസ പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ സ്ത്രീകൾ കൊടുക്കുന്ന ദാനം ഇതാണ്. സമൂഹത്തിന്, കുടുംബത്തിന്, എവിടെയും സ്ത്രീകൾ കൊടുക്കുന്ന ദാനം ഇതാണെന്ന് പറയാം. കുടുംബത്തിൻ്റെ കേന്ദ്രവും ഹൃദയവും ആകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. കുടുംബത്തിൽ ആനന്ദത്തിൻ്റെ കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്നത് സ്ത്രീകളാണ്. ഹല്ലേലൂയ. ഒരു കുടുംബത്തിൽ എന്താ പറയുന്നത്, എലിസബത്തിൻ്റെ കുടുംബത്തിൽ ആനന്ദത്തിൻ്റെ തുള്ളിച്ചാട്ടം ഉണ്ടാക്കിയത് മറിയമാണ്, അല്ലെങ്കിൽ മറിയത്തിലൂടെ ദൈവമാണ്. അതിൻ്റെ പൂർണ്ണതയിൽ പറയുമ്പോൾ അങ്ങനെ പറയണം. അപ്പോൾ ഞാനും നിങ്ങളും യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ പഴയ തലമുറയുടെയും പുതിയ തലമുറയുടെയും ആനന്ദത്തിന് കാരണമാകും. പഴയ തലമുറയുടെയും പുതിയ തലമുറയുടെയും ആനന്ദത്തിന് കാരണമാകുന്ന രീതിയിലായിരിക്കും നമ്മൾ ഓരോരുത്തരും വിശുദ്ധ കുർബാന അനുഭവിച്ചു കഴിയുമുണ്ടാകുന്ന ആ ആനന്ദത്തിൻ്റെ അനുഭവം. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇവിടെ എലിസബത്ത് പറയുന്നു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. നമ്മളത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനായിട്ട് ശ്രമിക്കണം. ഒരിക്കൽ ഒരു പുസ്തകത്തിൽ ഞാനിങ്ങനെ വായിക്കാനിടയായി, ആ ഗ്രന്ഥകർത്താവ് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, പുതിയൊരു വീട്ടുകാർ അയൽപക്കത്തെ 7 വയസ്സുള്ള കുട്ടിയുമായി പരിചയപ്പെടാൻ ചെന്നു. അയാൾ കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾ എത്ര മക്കളാണ്? കുട്ടി മറുപടി പറഞ്ഞു, 9 മക്കളാണെന്ന് കുട്ടി മറുപടി പറഞ്ഞു. 9? അപ്പോൾ അയൽക്കാരൻ പറഞ്ഞു, ഒത്തിരി പണം വേണ്ടി വരുമല്ലോ. കുട്ടി മറുപടി പറഞ്ഞു, ഞങ്ങൾ കുട്ടികളെ വാങ്ങിക്കുകയല്ല, പ്രത്യുത വളരുകയാണ്. ഞങ്ങൾ കുട്ടികളെ വാങ്ങിക്കുകയല്ല, വളരുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടതാകാൻ നമ്മൾ നമ്മുടെ ഉദരഫലങ്ങളെ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണം. മക്കൾ ദൈവത്തിൻ്റെ ദാനവും ഉദരഫലം അവിടുത്തെ സമ്മാനവുമാണെന്ന് പറയുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ എന്തു പറയുന്ന പ്രസവം നിർത്തിയിട്ടുള്ളവരൊക്കെ ദൈവത്തോട് മാപ്പ് ചോദിക്കുകയും സൽക്കർമ്മങ്ങൾ മറ്റുള്ള രീതിയിൽ പങ്കുചേരുവാനും തയ്യാറാകണം. 2, ഈ നാളുകളിൽ വിവാഹം കഴിക്കുന്നവരോ അല്ലെങ്കിൽ പ്രസവം നിർത്താത്ത ദമ്പതികളൊക്കെയും ധാരാളം ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അത്രയും കുഞ്ഞുങ്ങളെ വളർത്തുവാനുള്ള ആഗ്രഹം ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ മാത്രമേ അവിടെ വലിയൊരു കൃപ നമുക്ക് കിട്ടുകയുള്ളൂ. വിക്ടോർ യൂഗോ എന്ന് പറയുന്ന ഒരു മഹാൻ പറയുന്നു, പുരുഷന്മാർക്ക് കാഴ്ചയുണ്ട്, സ്ത്രീകൾക്ക് ഉൾക്കാഴ്ചയും. പുരുഷന്മാർക്ക് കാഴ്ചയുണ്ട്, സ്ത്രീകൾക്ക് ഉൾക്കാഴ്ചയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരുടെ, എലിസബത്തിൻ്റെയും മറിയത്തിൻ്റെയും സാന്നിധ്യത്തിൽ അവിടെ പുരുഷന്മാരാരുമില്ല. യൗസേപ്പില്ല, മറുവശത്ത് സക്കറിയായില്ല. ഇവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഇത്രയും പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടുവെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടായെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്വന്തപ്പെട്ടവരുടെ വീട്ടിലും ബന്ധപ്പെട്ടവരുടെ വീട്ടിലൊക്കെ അയൽവക്കങ്ങളിലൊക്കെ അല്ലെങ്കിൽ സ്ത്രീ സമൂഹങ്ങളിലൊക്കെ കൂട്ടായ്മകളായിട്ട് വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് എത്രയധികം സ്ത്രീകളെ രൂപാന്തരപ്പെടുത്തുന്നുണ്ട് എന്നും ഒന്ന് പരിശോധിക്കുക. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് സ്ത്രീകൾക്ക് ഉൾക്കാഴ്ചയുണ്ട്, പുരുഷന്മാർക്ക് കാഴ്ചയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉൾക്കാഴ്ചയുള്ള മറിയത്തിൻ്റെയും എലിസബത്തിൻ്റെയും ജീവിതം പോലെ ജീവിതമാകാൻ വേണ്ടി, അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ഒരുപാട് ആളുകൾ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്, സുവിശേഷം വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ സുവിശേഷം ജീവിക്കുവാൻ മറിയത്തെപ്പോലെയും എലിസബത്തിനെ പോലെയൊക്കെ ആത്മാവ് നിറഞ്ഞ സുവിശേഷം ജീവിക്കുവാൻ കഴിയാത്തതുകൊണ്ട് സുവിശേഷം വ്യാഖ്യാനിക്കുന്നവർക്ക് പോലും തെറ്റുപറ്റുന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഒരിക്കലും പ്രിയമുള്ളവരെ നമുക്ക് തെറ്റുപറ്റാനിടയാകരുത്.
രണ്ടാമത്തെ ഭാഗം നമ്മൾ ധ്യാനിക്കുന്നത് മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ്. മറിയത്തിൻ്റെ സ്തോത്രഗീതം എന്ന് പറയുന്നത് എന്താ പറയുന്നത്, താഴ്മയെ ദൈവം ഉയർത്തി എന്നുള്ളതാണ്. മർദ്ദനത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും തൻ്റെ ജനത്തെ ദൈവം മോചിപ്പിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് താഴ്മയെന്ന് അവിടെ മറിയം പറയുന്നത്. താഴ്മയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. തൻ്റെ എളിമയെ, തൻ്റെ വിനയത്തെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നസ്രത്തിൽ നിന്ന് നന്മ വരുമോ എന്ന് ചോദിക്കുന്ന ആ ഗലീലി പ്രദേശം ഉൾപ്പെടുന്ന മഹാന്മാരൊന്നുമില്ലാത്തയിടത്ത്, ലോകം താഴ്മ എന്ന് പറയുന്നിടത്ത്, ലോകം താഴ്ച എന്ന് കണക്കുകൂട്ടിയടുത്ത്, ഒരു നന്മയുമില്ല എന്നിടത്ത് ദൈവം ഇതാ മഹാവലിയ നന്മ ഉയർത്തിയിരിക്കുന്നു. രണ്ടാമത് നമ്മൾ അതിനെ ധ്യാനിക്കുമ്പോൾ അഹങ്കാരികളെ അവിടെ നിന്ന് ചിതറിക്കുന്നു, താഴ്മയുള്ളവർ ഉയർത്തുന്നു പറയുമ്പോൾ അത് സ്വഭാവത്തിൻ്റെ സവിശേഷതയാണ്. ലേശം അഹങ്കാരമില്ലാത്ത മുഴുവൻ എളിമയുള്ള വ്യക്തികളെ ഏത് സാഹചര്യത്തിൽ നിന്നാണെങ്കിലും ദൈവം അവരെ ഉയർത്തുന്നു എന്നുള്ളതാണ്. ലോകരിൽ ഏവൻ മറിയാമ്മയെ പോൽ താഴ്ന്നിട്ടുണ്ട്, അവളോട് തുല്യം ഉന്നത പദവിയും ആരാർജിച്ചു. അതുകൊണ്ട് മറിയം പറയുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. താഴ്ന്നവരും പാവപ്പെട്ടവരും രോഗികളും അടിച്ചമർത്തപ്പെട്ടവരും വിധവകളും അനാഥരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ഈ ആനന്ദത്തിൽ ഉൾപ്പെടുന്നു. ഇവരൊക്കെ യേശുക്രിസ്തു, ഈ മേഖലയിലുള്ളവരെല്ലാം യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ തയ്യാറായാൽ അവർക്കെല്ലാം അതിയായ ഉയർച്ചയുണ്ടാകുന്നു, അതിയായ വളർച്ചയുണ്ടാകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. തലമുറകൾ ആ ഒരു 8-9 മാസത്തെ അനുഭവമല്ല, അല്ലെങ്കിൽ ഒരു 10 മാസത്തെയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് 13 വയസ്സ് വരെയോ അവിടെയൊക്കെയാണല്ലോ യേശു പ്രത്യക്ഷപ്പെടുന്നത്. ജനനം, അത് കഴിഞ്ഞാൽ പിന്നെ 13-ാമത്തെ വയസ്സ്, പിന്നെ 30-ാമത്തെ വയസ്സ്. ഈ ഒരു കാലഘട്ടത്തിൻ്റെ അല്ല അമ്മ. സകല തലമുറകളും ലോകം ഉള്ളിടത്തോളം കാലം ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്ന അനുഗ്രഹത്തിലേക്കാണ് അമ്മ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് യാക്കോബായ സുറിയാനി സഭ, പൗരസ്ത്യ സഭകൾ, കത്തോലിക്ക സഭ ഒക്കെ പരിശുദ്ധ മാതാവിനെ സ്തുതിഗീതങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രകീർത്തിക്കുന്നത്. ഹല്ലേലൂയ. ആ വാഗ്ദാനം, അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് മറിയം ഉദ്ഘോഷിച്ച വാഗ്ദാനം ദൈവാത്മാവിനാൽ ഇന്നും മറിയത്തിന് കൊടുക്കുകയാണ്. കൊടുക്കാത്തവർ അതിൻ്റെ കണക്ക് ദൈവസന്നിധിയിൽ പിന്നെ പറയേണ്ടത് വരും. കാരണം ദൈവം ഉയർത്തിയ ഒരാളെ ഇകഴ്ത്തുന്നത് ഒരിക്കലും ഭൂഷണമല്ലല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുരിശിൻ്റെ എതിരാളികളായി നിന്ന് മറിയത്തെ തുടച്ചു മാറ്റുന്നത് പോലെ ക്രിസ്ത്യാനികളിൽ ആരും ഉണ്ടാകരുത് എന്ന് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മറിയത്തിൻ്റെ സ്തോത്രഗീതം വളരെ വിലപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുത്തെ കരുണ വർഷിക്കും. തലമുറ തലമുറയായി അവിടുത്തെ കരുണ നിൽക്കും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചോളണം, നമ്മൾ ധ്യാനിച്ചു കൊള്ളണം. മറിയത്തെ പോലെ ഒരു കൃപ നമ്മൾ നിറയണം. കൃപ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജ്ഞാനമുള്ളവളാകും, ജ്ഞാനമുള്ളവനാകും. ആ ജ്ഞാനം നമ്മുടെ ജീവിതത്തിലെ വലിയ അനുഭവമായി മാറും. ഹല്ലേലൂയ. ദൈവമേ നന്ദി. കർത്താവേ, അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഈ സ്നേഹം നമ്മുടെ മേൽ ധാരാളമായി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി,
വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോട് പറഞ്ഞയച്ചു. നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ നമ്മുടെ പണത്തിൻ്റെ സ്വാധീനമോ ഒന്നുമല്ല. ചില ആളുകളൊക്കെ അങ്ങനെയാണ് ധരിക്കുന്നത്. അവരുടെ കഴിവും അവരുടെ മിടുക്കും പണത്തിൻ്റെ സ്വാധീനമൊക്കെയാണ് അവരെ ദൈവാനുഗ്രഹത്തിലേക്ക് നയിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അത് ചില പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ ആളുകളുടെ നിപ്പും മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളികളൊക്കെ പണിയുന്നിടത്തും അല്ലെങ്കിൽ പള്ളിക്കൊക്കെ വേണ്ടി ആളുകൾ ചെയ്യുന്നതൊക്കെ ഹൃദയം ഒരു വശത്ത് കഠിനമാക്കി വെച്ചുകൊണ്ട് തന്നെ, ഹൃദയം യാതൊരു ദാരിദ്ര്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കാതെ തന്നെ തൻ്റെ സമ്പത്തിൻ്റെയും തൻ്റെ ബുദ്ധിയുടെയും തൻ്റെ അഹംഭാവത്തിൻ്റെയൊക്കെ ഔന്നത്യത്തിൽ നിന്നുകൊണ്ട് ഇപ്പുറവശത്ത് പള്ളിക്ക് പണിയത് കൊടുക്കൽ, പള്ളി പണിത് കൊടുക്കൽ, പള്ളിക്ക് മേട പണിത് കൊടുക്കൽ, പാരീഷ് കാൾ പണിയൽ, പള്ളിക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയൽ, ഇങ്ങനെയൊക്കെയുള്ള ഒരു മറിയത്തിൻ്റെ ഈ സ്തോത്രഗീതത്തിന് ഒട്ടുമിണങ്ങാത്ത രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരുമുണ്ട്. അവർ മനസ്സിലാക്കിക്കൊള്ളണം, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. പല പള്ളികളിലും ഇന്ന് വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിൻ്റെ കാരണം അതാണ്. അവർ പറയുന്നു, ഞങ്ങളുടെ കാരണന്മാരായിട്ട് പള്ളിക്ക് കൊടുത്ത സ്ഥലം ഞാനൊക്കെ ആയിട്ട് പള്ളി ഇവിടെ പ്രധാന സ്ഥാനങ്ങളിലിരുന്നു, ഇപ്പോൾ കുറച്ച് ആളുകൾ പുതുതായിട്ടൊക്കെ കയറി വന്നിരിക്കുന്നു, അവർ പറയുന്നതിനൊക്കെ കൂട്ടുപിടിക്കുന്ന അച്ഛന്മാർ, ഞാനതുകൊണ്ട് ഇപ്പം അങ്ങോട്ടേ പോകുന്നില്ല, ഞാനൊരു കാര്യവും പറയുന്നുമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് താനെന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ഒരു കാലത്ത് ചെയ്തു എന്നുള്ള ചിന്തയിൽ അഹംഭവിച്ചിരിക്കുന്നവർ. കാലഘട്ടത്തിനനുസരിച്ച് സമൂഹം വളരണം, സമൂഹത്തിൻ്റെ അനുസരിച്ച് ആത്മീയത വളരണം. ആത്മീയതയുടെ എന്താ പറയുന്ന ഒരു പൂർണ്ണത സ്വീകരിക്കണം സമൂഹം. അതിനിന്ന് പല പള്ളികളോട് ചേർന്ന് നിൽക്കുന്നവരും അതിന് സമ്മതിക്കുന്നില്ല. ആത്മീയതയുടെ പൂർണ്ണതയിൽ വളരാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ഭൗതികതയുടെ പൂർണ്ണതയിൽ വളരാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചോളണം, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. വിശക്കുന്നവരെന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ വിശപ്പല്ല, ആത്മീയ വിശപ്പായിട്ട് അതിനെ കാണണം. വിശിഷ്ട വിഭവങ്ങൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളും. അതെന്തൊക്കെയാണെന്ന് 1 കൊരിന്ത്യർ പൗലോസിൽ എഴുതിയ കൊരിന്ത്യ ലേഖനം 1-ാം ലേഖനം 12, 13, 14 അധ്യായങ്ങളൊക്കെ വായിക്കണം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം വായിക്കണം. അങ്ങനെ ആ ആത്മാവിൻ്റെ വിശിഷ്ട ഭോജ്യങ്ങൾ കൊണ്ട് നിറയണം. വിശക്കുന്നവരെ വിശപ്പടക്കുന്നുവെന്ന് മാത്രമല്ല, അതിൽ വിശപ്പടക്കിയിട്ട് മാത്രം കാര്യമായില്ലല്ലോ. എന്തോരം ആളുകൾ പണ്ട് ദാരിദ്ര്യം അനുഭവിച്ചവർ ഇന്ന് ധാരാളം ഭക്ഷണം വേസ്റ്റ് കളയാൻ തക്കവണ്ണം ഭക്ഷണം കൊണ്ടും വസ്ത്രം കൊണ്ടും താമസ സൗകര്യം കൊണ്ടൊക്കെ ഉയർന്നിരിക്കുന്നു. അവരാരും ആത്മാവിൽ നിറഞ്ഞിട്ടില്ല. ഞാൻ വിധിക്കുന്നതല്ല, കാടടച്ചുകൂടി വെക്കുന്നതല്ല. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ്. അപ്പോൾ വിശിഷ്ട ഭോജ്യം എന്ന് പറയുന്നത്, വിശപ്പെന്ന് പറയുന്നത് എന്താ പറയുന്നത്, ആത്മനിറവിന് വേണ്ടിയുള്ള വിശപ്പാണ്. ആ നിറവിന് വേണ്ടിയുള്ള വിശപ്പിന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനെ വിശിഷ്ട ഭോജ്യം കണ്ട്, വിശിഷ്ടഭോജ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടെ പറയട്ടെ, ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളും കൊണ്ട് നിറയുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങൾ കൊണ്ട് നിറഞ്ഞ എലിസബത്തിനെ കണ്ട്, മറിയത്തെ കണ്ട് സ്നാപയോഹന്നാൻ തുള്ളിച്ചാടി. ഒരിക്കൽ കൂടെ ഓർപ്പിച്ചാൽ, പഴയ നിയമ പ്രവാചകന്മാരുടെ അവസാനമായ പഴയ വാഗ്ദാനത്തിൻ്റെ അവസാന കണ്ണിയായ യോഹന്നാനും പുതിയ യുഗത്തിൻ്റെ രക്ഷയുടെ പൂർത്തീകരണമായ യേശു ക്രിസ്തുവും കണ്ടുമുട്ടിയപ്പോൾ, ഉദരമെന്നത്തിൽ കണ്ടുമുട്ടിയപ്പോൾ ആത്മാവിൽ തുള്ളിച്ചാടി. ഇത് ഒരു സ്ത്രീകളിലുള്ള എന്താ ഇളയമ്മയും മകളും എന്നുള്ള ആ ബന്ധത്തിനപ്പുറത്ത് ജഡരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന കർത്താവിൻ്റെ വാഗ്ദാനപ്രകാരം ഇവിടെ ഇവർ ആത്മാവിൽ സന്ധിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നാം ഈ ഞായറാഴ്ചത്തെ വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ
ഈ നമ്മൾ വായിച്ചു കേട്ട മുഴുവൻ ഭാഗങ്ങളും ഓരോന്നോരായി നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടെ പള്ളി കലണ്ടറിൽ, പള്ളികളിൽ നിന്നൊക്കെ തരുന്ന കലണ്ടറിലൊക്കെ ഈ വേദഭാഗം ഉണ്ടല്ലോ, അല്ലെങ്കിൽ വേദഭാഗം എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ഓർമ്മയിലില്ലെങ്കിൽ ഇതൊക്കെ നോക്കി വായിച്ച് ധ്യാനിച്ച് പോകുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ ഞായറാഴ്ചത്തെ ആരാധനയിൽ പരിശുദ്ധ മറിയവും എലിസബത്തും തമ്മിൽ കണ്ടുമുട്ടുന്ന അതേ ആത്മീയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വിശുദ്ധ കുർബാനയുടെ ആ ആഘോഷവേളയിലൊക്കെ, അതിൻ്റെ സ്ഥാപന പ്രാർത്ഥനയുടെ സമയത്തൊക്കെ നമ്മൾ ഈ ആനന്ദം കൊണ്ട് നിറയണം, ഈ ആനന്ദം കൊണ്ട് നിറയണം. ആത്മാവിൽ ആനന്ദിക്കണം, ആത്മാവിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം, നമുക്ക് ഹൃദയത്തിൽ കർത്താവിനെ സ്തുതിക്കാൻ കഴിയണം, ഹൃദയത്തിൽ സ്തുതിക്കാൻ കഴിയണം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ആരാധനയ്ക്കുള്ള സാഹചര്യം ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് ക്രമീകരിച്ചു തരട്ടെ. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും, എല്ലാ ദുരിതങ്ങളിൽ നിന്നും, എല്ലാ കഷ്ടതകളിൽ നിന്നും, സങ്കടങ്ങളിൽ നിന്നും വിടുവിക്കട്ടെ. ഇനി അഥവാ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയിൽ നമ്മൾ ഈ നാളുകളിൽ സങ്കടത്തിലായിരിക്കണമെന്നുള്ളതും കഷ്ടതയിലൂടെ കടന്നു പോകണമെന്നുള്ളതും നമ്മൾക്ക് കൂടുതൽ വിശുദ്ധീകരണം ആവശ്യമാണെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതിയെങ്കിൽ ഈ കഷ്ടതയിലും ഈ സങ്കടത്തിലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ധ്യാനം, എലിസബത്തിൻ്റെ വീട്ടിൽ മറിയത്തിൻ്റെ സന്ദർശനം, ഈ ധ്യാനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷപ്രദമാക്കുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളും ഞങ്ങൾ നിറയ്ക്കുന്ന കർത്താവേ, എലിശുബായുടെ ഭവനത്തിൽ മറിയത്തിൻ്റെ സാന്നിധ്യം, സാമീപ്യം ആത്മാവിൻ്റെ നിറവിൽ സന്തോഷത്തിൻ്റെ രണ്ടുകൂട്ടരമാക്കിയെങ്കിൽ സകല തലമുറകൾക്കും സന്തോഷം നൽകുന്ന ആ ഭാഗ്യവതിയായ മറിയത്തെയും പഴയ നിയമത്തിൻ്റെ അവസാനത്തെ ഭാഗമായ യോഹന്നാനെയും യോഹന്നാൻ്റെ അമ്മയെയും ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഈ സംഗമം, ഈ കൂടി വരവ്, അത് പുതിയ നിയമത്തിൻ്റെ ഒരു പൂർണ്ണതയാണെങ്കിൽ കർത്താവേ, ഇന്ന് നിൻ്റെ നന്മകൾ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളിൽ ഈ ഒരു ആത്മനിറവ് രൂപാന്തരപ്പെടുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ആത്മനിറവിൽ ഞങ്ങളായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിശുദ്ധ സ്നാപയോഹന്നാനെ, എലിശുബായെ, യോസപിതാവേ, സകല പുണ്യവാന്മാരെ, പുണ്യവതികളെ, ഞങ്ങളുടെ കാവൽ പിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ടു തിരുന്തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയമുള്ളവരെ, ഈ ഒരു ശുശ്രൂഷ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ വലിയ ദൈവകൃപ നിറഞ്ഞവരായി തീരുവാനും ഇതിൻ്റെ ഉപകാരികളും സഹകാരികളുമായി തീർന്ന് അനേകർക്ക് ഈ ശുശ്രൂഷ ലഭിക്കാൻ തക്കവണ്ണം ഇതിൻ്റെ ഒരു പ്രേക്ഷിതരായി മാറണമേ എന്ന് നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സകല മാനവും മഹത്വവും പൊന്നു തിരുമേനി യേശുവേ അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ.